Hi dears, welcome to Simply My Passion. ഇന്ന് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്ലേസ്ഡ് ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ഡോണറ്റ്സ് സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, പിന്നെ 1 മുട്ട, പിന്നെ 25 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ, പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചു കൊടുക്കുക. സ്മൂത്ത് ഡോ ആകുന്നത് വരെ ഒന്ന് കുഴക്കുക. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. കുറച്ചൊന്നൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അത് നന്നാ സ്മൂത്ത് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും നമ്മുടെ മാവ്, അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നന്ന ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാവാൻ പാടില്ല, കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി അതൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് റാപ്പോ മറ്റോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് റാപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു മൂടി വെച്ച് കവർ ചെയ്താലും മതി. ഇനി അതൊരു 2 മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതൊരു ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഡോ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ആ മൈദയായിട്ട് ഒന്ന് ചേരുമ്പോൾ ആ സ്റ്റിക്നെസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇനി സ്റ്റിക്നെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ കഴിയും. കുറച്ച് നല്ലോണം മൈദപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അപ്പൊ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിടത്ത് തടി കൂടുതൽ, ഒരിടത്ത് തടി കുറവ്, അങ്ങനെ ഒന്നും ആവരുത്. അപ്പൊ എല്ലായിടത്തും ഞാനിവിടെ നല്ല ഈക്വൽ ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളിൽ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ മൂടിയോ മറ്റോ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു ചെറിയ മൂടിയോ മറ്റോ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ബാലൻസ് ഉള്ള മാവൊക്കെ ഒന്ന് എടുക്കുക. അത് ആവശ്യമുണ്ട് അത് വീണ്ടും ബോളാക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു മാവിൻ്റെ അളവിൽ ഏകദേശം ഒരു 12 ഡോണറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും. എന്തായാലും ഒരു 10-12 ഡോണറ്റ്സ് വരെ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടും. ഇനി അതൊരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ സ്പേസ് വിട്ടിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഹീറ്റ് പ്രൂഫ് ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 50 ഗ്രാം ബട്ടറും പിന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക. മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോണറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഇതുപോലെ ഓരോ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിലിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അതായത് സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്യരുത്. ഡോണറ്റ്സ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും വെജിറ്റബിൾ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നല്ല ഗോൾഡൻ കളർ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റ് ഗ്ലേസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഐസിങ് ഷുഗർ ഇടുക, അല്ലെങ്കിൽ ഷുഗർ ബീറ്റ്സ് ഇടുക, നട്ട്സ് ഇട്ട് കൊടുക്കുക, ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.